ആമസോൺ മഴക്കാടുകളുടെ നിഗൂഢതയിലേക്ക് സ്വാഗതം. ഇവിടെ ഓരോ മരത്തിലും ഓരോ പുഴയിലും ആയിരക്കണക്കിന് വർഷങ്ങളുടെ പഴക്കമുള്ള കഥകൾ ഒളിഞ്ഞു കിടക്കുന്നു. എന്നാൽ ഈ കഥകളിൽ ചിലത് കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിലൊരു ഭയം അരിച്ചു കയറും. അത്തരത്തിലൊരു കഥയാണ് യാക്കുമാമയുടേത്. വെള്ളത്തിന്റെ അമ്മ എന്നർത്ഥം വരുന്ന യാക്കുമാമ ആമസോൺ നദിയുടെ ആഴങ്ങളിൽ വസിക്കുന്ന ഒരു ഭീമാകാരനായ സർപ്പമാണ് എന്നാണ് ഐതിഹ്യം. 100 അടിക്ക് മുകളിൽ നീളമുള്ള ഒരു വീടിനോളം വലിപ്പമുള്ള തലയുള്ള ഭീകരമായ ഒരു ജീവി. സങ്കല്പിക്കാൻ കഴിയുന്നുണ്ടോ? പ്രാദേശിക ഗോത്രവർഗക്കാർക്ക് യാക്കുമാമ ഒരു മിഥ്യാധാരണയല്ല, അതൊരു യാഥാർത്ഥ്യമാണ്. നദിയിലൂടെ പോകുന്നവരെ യാക്കുമാമ ആക്രമിക്കുമെന്നും അതിൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന ഒരുതരം വിഷവാതകം ശ്വസിച്ചാൽ മനുഷ്യർക്ക് ഓർമ്മ നഷ്ടപ്പെടുമെന്നും അവർ വിശ്വസിക്കുന്നു. യാക്കുമാമയുടെ സാന്നിധ്യം തിരിച്ചറിയാൻ ഒരു വഴിയുണ്ട്. നദിയിൽ അസാധാരണമായ തിരമാലകൾ ഉണ്ടാകുകയാണെങ്കിൽ അത് യാക്കുമാമയുടെ സഞ്ചാരപാതയാകാം, സൂക്ഷിക്കുക. എന്നാൽ യാക്കുമാമ വെറുമൊരു വേട്ടക്കാരനല്ല. ആമസോണിന്റെ ആവാസ വ്യവസ്ഥയെ സംരക്ഷിക്കുന്ന ഒരു കാവൽക്കാരനായും യാക്കുമാമയെ ചിലർ കാണുന്നു. നദിയെയും കാടിനെയും ചൂഷണം ചെയ്യാൻ വരുന്നവരെ യാക്കുമാമ തടയുമെന്നും പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്താൻ സഹായിക്കുമെന്നും വിശ്വസിക്കപ്പെടുന്നു. യാക്കുമാമ ഒരു യാഥാർത്ഥ്യമായാലും ഒരു കെട്ടുകഥയായാലും ഈ നിഗൂഢത അതിന്റെ സൗന്ദര്യത്തിന്റെ ഭാഗമാണ്. ആമസോൺ കാടുകൾ നിലനിൽക്കുന്നിടത്തോളം കാലം യാക്കുമാമയുടെ കഥയും തലമുറകളിലൂടെ കൈമാറ്റം ചെയ്യപ്പെടും. അടുത്ത തവണ ആമസോൺ നദിയെക്കുറിച്ച് കേൾക്കുമ്പോൾ അതിൻ്റെ ആഴങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്ന യാക്കുമാമയെ ഓർക്കുക.